ഫ്രണ്ട്സ് 15,000 രൂപയാണ് ഈ ലോൺ അപ്രൂവൽ ആയി കിടക്കുന്നത്. ഏകദേശം 826 പ്രോസസിംഗ് ഫീ വരുന്നത്. 3 മാസത്തെ തിരിച്ചടവ് കാലാവധിയിലാണ് ഈ 15,000 രൂപ അപ്രൂവൽ ആയത്. ഓക്കെ, അധികം ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ചെറിയ ചെറിയ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ ഒരു ലോൺ അപ്രൂവൽ ആയിട്ടുണ്ട്. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്. ഓക്കെ, ഇതായി ഇ സൈൻ ചെയ്യേണ്ട ഒരു ഫോർമാലിറ്റി കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിരുന്നത് എങ്ങനെയാണ് ഇ സൈൻ ചെയ്യേണ്ടതെന്നൊക്കെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളോട് നോക്കാം. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാലറീഡ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കണം. അതുപോലെ 21 വയസ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഒരു വ്യക്തി ആയിരിക്കണം. പിന്നെ മാസം നമുക്ക് 15,000 രൂപ സാലറി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ പാൻ കാർഡ് വരുന്നുണ്ട്, അതുപോലെ ആധാർ കാർഡ്, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് സാലറി അക്കൗണ്ട്, അതായത് നമ്മുടെ സാലറി അക്കൗണ്ടിന്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇവര് ഏകദേശം ഉദാഹരണ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, നമുക്ക് 15,000 രൂപയാണ് ഇവർ ലോൺ തരുന്നതെങ്കിൽ 3 മാസത്തേക്ക് 15,000 രൂപ ലോൺ തരികയാണെങ്കിൽ ഏകദേശം 36% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരിക, ആനുവൽ ഇൻട്രസ്റ്റ്. ഇപ്പൊ 826 പ്രോസസിംഗ് ഫീ വരും. മൊത്തം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അക്കൗണ്ടിലേക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 16,174 രൂപയാണ്. 15,000 ലോൺ പാസ്സായി കഴിഞ്ഞാൽ 14,174 രൂപ നമുക്ക് അക്കൗണ്ടിലേക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മൾ തിരിച്ചടക്കേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ 16,350 രൂപയാണ് വരുന്നത്. അപ്പൊ ഏകദേശം നമുക്ക് ഒരു 2,000 ഡിഫറൻസ് വരുന്നുണ്ട് തിരിച്ചടവും നമുക്ക് ഡിസ്ബേഴ്സ് ആയ എമൗണ്ടും തമ്മിൽ. ഓക്കെ, EMI ആയിട്ട് നോക്കുമ്പോൾ 3 മാസത്തേക്ക് ഏകദേശം 5,450 EMI കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ റീപേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് 0% മുതൽ 36% വരെയാണ് വരുന്നത്. ലേറ്റ് പേയ്മെന്റ് ഒക്കെ ആകുമ്പോൾ 500 പ്ലസ് GST കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷന്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഒരു NBFC ആണെന്ന് പറയുന്നുണ്ട്. അബി ക്യാഷ് കൊളാബറേറ്റ്സ് വിത്ത് RBI കംപ്ലൈന്റ് NBFC CNMP ഇൻവെസ്റ്റ്മെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇവരുടെ NBFCയുടെ പേര് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയൊക്കെ ഞാൻ സെർച്ച് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അത്ര ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഈ ആപ്ലിക്കേഷൻ വഴി കണ്ടില്ല. കുറെ പേർക്ക് അപ്രൂവൽ ആയതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പുതിയൊരു ലോൺ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാം. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ലോണാണ്, സ്വന്തം റിസ്കിന് മാത്രം എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻസിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഈ ചാനൽ വഴി ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾ മൊബൈൽ നമ്പർ എടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പം അത് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെയിം, അഡ്രസ്സ്, പിൻകോഡ് കാര്യങ്ങളൊക്കെ. അതിനുശേഷം ആധാർ കാർഡ് വെരിഫിക്കേഷൻ ആയിരിക്കും. അത് ആധാർ കാർഡ് വഴി അല്ലെങ്കിൽ പാൻ കാർഡ് വഴി നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യാം. ഞാനിവിടെ ആധാർ കാർഡ് വഴി വെരിഫൈ ചെയ്യാണ്. ഓക്കെ, അപ്പം അതിനുശേഷം ആധാർ കാർഡ് കൺഫേം കൊടുക്കുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആധാർ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പാൻ വെരിഫിക്കേഷന് വേണ്ടി നമ്മുടെ പാൻ നമ്പർ കൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡ് വെരിഫൈ ചെയ്യുമ്പോൾ ഒരു OTP വരുന്നതാണ്. അത് എൻ്റർ ചെയ്തതിന് ശേഷം പാൻ കാർഡ് വെരിഫൈ ചെയ്യുക. പാൻ കാർഡ് വെരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ നെയിം കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ്, നമ്മൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ്, എന്താണ് ജോബ്, എത്രയാണ് സാലറി എന്ന കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഇവിടെ സാലറി സ്ലിപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അതിനായിട്ട് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ ആപ്പ് വഴിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എത്ര രൂപയാണ് ലോണ് വേണ്ടതെന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ടെന്യൂർ നമുക്ക് സെലക്ട് ചെയ്യണം. എത്ര മാസം തിരിച്ചടവ് കാലാവധി ഉണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു നമുക്ക് 10,000 തന്നെ കൊടുക്കാം. 10,000 കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഐ അഗ്രി കൊടുക്കുക. അപ്ലൈ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൊടുക്കുമ്പോൾ നമ്മുടെ ലോണ് പ്രോസസ്സ് ആയിട്ടുണ്ട്. അത് ഇങ്ങനെ വരും. കൺഗ്രാജുലേഷൻ, യുവർ ലോൺ റിക്വസ്റ്റ് ഹസ് ബീൻ റിസീവ്ഡ്. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അത് ജസ്റ്റ് ഇടയ്ക്ക് എറർ വരാറുണ്ട്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ എനിക്ക് ലോൺ അപ്രൂവൽ ആയിട്ടില്ല. എൻ്റെ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ വാട്സപ്പ് വഴി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. ഓക്കെ, താങ്ക് യു. ഞാനപ്പോൾ ആദ്യം കാണിച്ച സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് അപ്രൂവൽ ആയിട്ടുള്ള എൻ്റെ സുഹൃത്തിന് അപ്രൂവൽ ആയതാണ്, എനിക്ക് അപ്രൂവൽ ആയതല്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് ബൈ. താങ്ക് യു.